ആ പെൺകുട്ടി ഒരു ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ടോ വില കൂടിയ ബാഗ് കയ്യിലുള്ളത് കൊണ്ടോ ആ പെൺകുട്ടി ഒരു മോശക്കാരിയാവുന്നൊന്നുമില്ല. അത് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ളതാണ്. നമ്മൾ കാണുന്ന വീഡിയോ എടുക്കുന്നതിന് മുമ്പേ എന്താണ് സംഭവിച്ചത്? അവർ അത്യാവശ്യമായിട്ടൊരു സ്ത്രീ പറയുകയാണ് ഒന്ന് ഇവിടെ നിർത്തി തരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നിയമം നോക്കി തന്നെ നടപ്പിലാക്കാതെ ചില മനുഷ്യത്വപരമായ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അക്രമം കാണിച്ചതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അക്രമത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. നമസ്കാരം. കോഴിക്കോട് KSRTC ബസ് താൻ ആവശ്യപ്പെട്ടിടത്ത് നിർത്തി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു യുവതി ബസിന്റെ ചില്ല് തകർത്തതും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും എല്ലാം നമുക്കറിയാം. അതിന് പിന്നാലെ ആ യുവതി ഒരു വിശദീകരണമായി രംഗത്ത് വന്നിരുന്നു. തന്റെ ഒരു ബാത്റൂം എമർജൻസി ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെയുള്ള വിശദീകരണം ആ പെൺകുട്ടി വന്നിരുന്നു. എന്തൊക്കെയായാലും ആ പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ രണ്ട് തട്ടിലായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടെ മനുഷ്യാവകാശ പ്രവർത്തകനായ നൗഷാദ് തെക്കയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്ത്രീകൾ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ എവിടെ വെച്ച് ആവശ്യപ്പെട്ടാലും വാഹനം നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യവുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനിടയായ സാഹചര്യം ഈ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിലാണോ? നമ്മളൊരിക്കലും നിയമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളോ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, അതിലൊരു അന്വേഷണം വേണം. കാരണം നമ്മൾ കാണുന്ന വീഡിയോ എടുക്കുന്നതിന് മുമ്പേ എന്താണ് സംഭവിച്ചത്? ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചതാണ്. ആ പെൺകുട്ടിക്ക് ഒരു എമർജൻസി ഉള്ളത് കൊണ്ടാണ്. പിന്നെ ആ പെൺകുട്ടി ഒരു ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ടോ വില കൂടിയ ബാഗ് കയ്യിലുള്ളത് കൊണ്ടോ ആ പെൺകുട്ടി ഒരു മോശക്കാരിയാവുന്നൊന്നുമില്ല. അത് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ളതാണ്. അപ്പം നമ്മൾ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ആ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ഒരു പെൺകുട്ടി ഇപ്പോൾ അസമയങ്ങളിൽ ഇപ്പോൾ രാത്രി നമുക്കറിയാം, മുമ്പ് പയ്യോളി ഒരു വിഷയം ഉണ്ടായിരുന്നു. വടകര ഭാഗത്ത് പയ്യോളി ഒരു പെൺകുട്ടി പിന്നെ മിന്നൽ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് തയ്യാറാവാതെ ആ കുട്ടി ബന്ധുക്കളെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. പോലീസ് കൈകാട്ടിയിട്ട് പോലും നിർത്താതെ പോയ, അത്രയും നിയമലംഘനം നടത്തിയ ആ മിന്നൽ ബസ്സിലെ ആളുകൾക്കെതിരെ ഞാൻ മുമ്പേ പരാതി കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വിഷയവും ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് അതൊക്കെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനമാണ്. ഒരു അത്യാവശ്യമായിട്ടൊരു സ്ത്രീ പറയുകയാണ് ഒന്ന് ഇവിടെ നിർത്തി തരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നിയമം നോക്കി തന്നെ നടപ്പിലാക്കാതെ ചില മനുഷ്യത്വപരമായ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്താ വെച്ചാൽ ആ കുട്ടി മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രതികരണം നമ്മുടെ ഉണ്ട്. അതിൽ ആ കുട്ടി ഒരു ബാത്റൂം എമർജൻസി ആണെന്നുള്ളത് ബസ്സുകാരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അത്രയും പ്രാഥമികമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ എപ്പോഴായാലും എവിടെയായാലും നിർത്തി തരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ അറിയിക്കാത്തൊരു വിഷയമുണ്ട്. രണ്ട്, ഇപ്പൊ എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ശരി, സർക്കാരിന്റെ മുതലാണ്. അത് ഈ രീതിയിലാണോ പ്രതികരിച്ച് നശിപ്പിക്കേണ്ടതെന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. അത് ആ അക്രമം കാണിച്ചതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അക്രമത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അത് ഏതൊരു വിഷയത്തിലും സാഹചര്യം പരിശോധിക്കണം. ഞാൻ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ എനിക്കെതിരെയും ചില വാക്കുകളൊക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ആ കുട്ടി വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പേ അല്ല, ആ വീഡിയോ നമ്മൾ കാണുന്നതിന് മുമ്പേ പല രീതിയിലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചത് മനസ്സിലാക്കുന്നത്. അതിന് ശേഷമാണ് ആ കുട്ടി ഒരു പ്രോബ്ലം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആളുകൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴും കാരണം അതൊരു ദീർഘദൂര ബസ്സാണ്. അത് രാമനാട്ടുകര കഴിഞ്ഞാൽ പിന്നെ അതിന് സ്റ്റോപ്പുള്ളത് കോഴിക്കോടാണ്. ആളുകൾ കൂടുതൽ കാശ് കൊടുത്തരം ബസ്സുകളിൽ കയറുന്നത് വളരെ വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലായിടത്തും നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ ആളുകൾ കൂടുതൽ കാശ് കൊടുത്താൽ കയറുന്നതിൽ താല്പര്യം എന്ത് ഗുണമാണുള്ളത്? അങ്ങനെ ആളുകൾ ചോദിക്കുന്നു. അത് സാങ്കേതികമായിട്ടും വ്യക്തമായി കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മനുഷ്യത്വപരമായ ഒരു സമീപനം എന്നൊന്നുണ്ട്, അത് ഇതിൽ കാണിക്കണമായിരുന്നു, അവിടെ നിർത്തി കൊടുക്കണമായിരുന്നു എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, ശരി, തീർച്ചയായിട്ടും. ഇപ്പം താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തത്. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ഭാഗങ്ങളും കേൾക്കേണ്ടതുണ്ട്. പിന്നെ പെൺകുട്ടി അവസ്ഥ ഇപ്പോ സൈബർ ബുള്ളിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി അഭിമുഖീകരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ കുറിച്ചും നമ്മളെ അമ്മമാരെ കുറിച്ചും നമ്മളെ സഹോദരിമാരെ കുറിച്ചും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ചിന്തിക്കണം. ചിലപ്പോൾ കാണുന്ന പക്വതയൊന്നും ആ സംസാരത്തിൽ കേൾക്കുന്ന പക്വതയൊന്നും ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം ഒരു സാഹചര്യം കൂടി നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യാവകാശ എന്താണ് പരാതിയിൽ പറയുന്നത്? പരാതിയിൽ പറയുന്നത് ഒരു സ്ത്രീക്ക് ഉണ്ടായ അനുഭവം,
ഒരു സ്ത്രീ ആവശ്യപ്പെട്ടത് കൊണ്ട് അവിടെ ബസ് നിർത്തിയില്ല എന്ന പ്രശ്നം, പിന്നെ അവരോട് ഫൈൻ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് അന്വേഷിക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നുള്ള രീതിയിലാണ്. ഇനി ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിയമലംഘനം നടത്തുന്നതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനാവില്ല. പെൺകുട്ടി അതിക്രമം കാണിച്ചതിന് ഒരു രീതിയിലും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അന്നപ്പോൾ അനുഭവിച്ച ആ ഒരു വേദന, ആ ഒരു വിഷമഘട്ടം നമ്മൾ മനസ്സിലാക്കണം. അതിലുണ്ടായിരുന്ന ട്രാൻസ്പോർട്ടിലെ ആ ബസ്സിലെ ജീവനക്കാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങളോ ഇത്തരങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിൽ കൂടിയാണ് ഞാൻ ആ പരാതിക്ക് മുതിർന്നത്.